ഇപ്പോഴിതാ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അന്വേഷണ പരിപാടി ആപ്കി അദാലത്ത്. റിജത് ശർമ്മയ്ക്കൊപ്പം നമസ്കാരം. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു താങ്ക് യു. വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. നിങ്ങളും കുറേ നാളായിട്ട് ആപ്കെ അദാലത്തിൻ്റെ പുതിയ എപ്പിസോഡുകളൊന്നും കണ്ടിട്ടുമില്ല. സത്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, കാരണം ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിന് നിങ്ങളാണ് സാക്ഷികൾ. ഇന്ന് നിങ്ങളുടെ ഈ ആപ്കെ അദാലത്തിൽ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അദ്ദേഹത്തിനെ പറ്റി അറിയാൻ എല്ലാവരും ആകാംക്ഷയോടാണ് ഇരിക്കുന്നത്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ ലോകത്തെ മൂന്നാമത്തെ പണക്കാരനാണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കില്ല. അതുകൊണ്ട് ഇന്ന് ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. ആദ്യമായി അദ്ദേഹം പബ്ലിക്കിന്റെ മുന്നിലേക്ക് വരികയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും. പ്ലീസ് വെൽക്കം വ്യവസായ പ്രമുഖനായ ഗൗതം അഡാനി. ഗൗതം അദാനിയെ നമ്മൾ ഇന്ന് വിചാരണ ചെയ്യുവാൻ പോവുകയാണ്. ജഡ്ജി പ്രത്യേകത നിറഞ്ഞ വ്യക്തിയാണ്. അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡാണ്. അവിടെ നിന്നാണ് പണക്കാർ പുറത്തേക്ക് വരുന്നത്. അവിടെ നിന്ന് ധാരാളം കോടീശ്വരന്മാർ സൃഷ്ടിക്കപ്പെടുന്നു. വേൾഡ് ഫേമസ് ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സിന്റെ പ്രിൻസിപ്പാൾ ഡോക്ടർ സിമ്രത് കൗർ, താങ്ക് യു. വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഡോക്ടർ കൗർ, നിങ്ങൾ ഞങ്ങൾക്ക് അനുവാദം തരണം. ശരി, ആരംഭിക്കാം. ഓക്കെ മിസ്റ്റർ ഗൗതം സർ, താങ്കളിൽ ഞാൻ കുറ്റം ചുമത്തുന്നതിന് മുൻപ്, താങ്കളോട് ചോദ്യം ചോദിക്കുന്നതിന് മുൻപും താങ്കളെ പറ്റിയുള്ള ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ധനികരായ 3 പേരിൽ ഒരാൾ, ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികൻ ഗൗതം അദാനിയുടെ കഥയാണിത്. ഒരു സിനിമാ തിരക്കഥ പോലെ വിസ്മയിപ്പിക്കുന്ന ഒന്ന്. ഒരു കാലത്ത് വെറുമൊരു സാധാരണക്കാരൻ മാത്രമായിരുന്നു ഗൗതം അദാനി. എന്നാൽ ഇന്ന് ബിൽ ഗേറ്റ്സിനെയും വാറൻ ബഫറ്റിനെയും പിന്നിലാക്കിക്കൊണ്ട് തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുകയാണ് ഗൗതം അദാനി. ലോകത്തിലെ തന്നെ ബിസിയസ്റ്റ് ഡീൽ മേക്കർ. ഈ വർഷം ലോകത്ത് മറ്റാരേക്കാളും വെൽത്ത് സമ്പാദിച്ചിരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഗൗതം അദാനി ഒരു സാധാരണ വജ്ര വ്യാപാരി ആയിക്കൊണ്ടാണ് തന്റെ ബിസിനസ് യാത്ര തുടങ്ങിയത്. എന്നാൽ ഇന്ന് തുറമുഖങ്ങൾ, ഖനികൾ, വൈദ്യുത നിലയങ്ങൾ, സോളാർ പാടങ്ങൾ, ഗ്രീൻ എനർജി, സിമന്റ്, ഹൗസിംഗ് മുതൽ പെട്രോ കെമിക്കൽ വരെയുള്ള വിവിധങ്ങളായ ബിസിനസ് മേഖലകളിൽ ഗൗതം അദാനിക്ക് തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തന്റെ കഠിനാധ്വാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഗൗതം അദാനി കിങ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറായി മാറിയിരിക്കുകയാണ്. ഒരു സാധാരണ ടൗണിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ഗൗതം അദാനി. എന്നാൽ ഇന്ന് വിവിധ ലോകരാജ്യങ്ങളുടെ തലവന്മാർ തങ്ങളുടെ രാജ്യത്തേക്ക് ഇദ്ദേഹത്തെ ബിസിനസ് ആരംഭിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എന്നാൽ ഗൗതം അദാനിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബം തന്നെയാണ് തന്റെ ലോകവും. എല്ലാവരും ഒത്തൊരുമയോടെ പ്രയത്നിക്കുന്ന ഒരു ഇടമാണത്. ഗൗതം അദാനി ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ്, പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി. എന്നാൽ ഇന്ന് തന്റെ ജീവിതത്തിൽ ആദ്യമായി ഗൗതം അദാനി ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകാൻ പോകുന്നു. ആപ്കി അദാലത്ത്. ആപ്കെ അദാലത്തിൽ ഇദ്ദേഹത്തെ പറ്റിയുള്ള ആദ്യത്തെ കുറ്റപത്രം ഞാൻ പറയാൻ പോവുകയാണ്. ആപ്കി അദാലത്ത് പരിശോധിക്കുന്നു. വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന ബിസിനസ് തലവൻ ഗൗതം അദാനിക്ക് നേരെയുള്ള ആരോപണം, അതായത് ഇദ്ദേഹം പണം സമ്പാദിക്കുന്ന ഫോർമുല ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നതിനെപ്പറ്റി. ഗൗതം ബ്രദർ, ദൈവത്തിന്റെ അടുത്ത് പലരും പലതും ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ ദൈവം എപ്പോഴും നിങ്ങളുടെ വാക്ക് മാത്രമേ കേൾക്കാറുള്ളൂ. ഞാനും പല വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വെൽത്ത് എത്രത്തോളം ഉണ്ട്. അത് ഡെയിലി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിഞ്ഞ് ഈ പ്രോഗ്രാം തീരുന്നതിനുള്ളിൽ നിങ്ങൾ ഒരു 1000-2000 കോടി സമ്പാദിക്കും.
സോ എന്താണ് ആ ഫോർമുല, എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? രജത് ബ്രദർ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ ഓഡിയൻസിനും നിങ്ങളുടെ കോടതിയിൽ ഒരു അവസരം തന്നതിന് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഈ ഫോർമുലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഫോർമുല മാത്തമാറ്റിക്സ് പോലെയോ കെമിസ്ട്രി പോലെയോ ഫിസിക്സിൻ്റെ ഫോർമുല പോലെയോ ഒന്നും അല്ല. പക്ഷേ അതിന് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ബിസിനസ്സിലും പ്രാക്ടിക്കൽ ലൈഫിലും നമുക്ക് ഒരേ ഒരു ഫോർമുലയെ വർക്കൗട്ട് ആവുള്ളൂ. അത് വെറും കഠിനാധ്വാനം, കഠിനാധ്വാനം, കഠിനാധ്വാനം. ഇതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എനിക്കെൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട്, എൻ്റെ സീനിയേഴ്സിൻ്റെ സപ്പോർട്ട്, എൻ്റെ ടീമിൻ്റെ സപ്പോർട്ട്, അതുമാത്രമല്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹവും എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃപ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ന്യായമായ ജോലിയെ ചെയ്യത്തുള്ളൂ. ഒരു കാര്യം ഞാനും സമ്മതിച്ചു തരാം, അതാണ് ഇതിലേക്കുള്ള ഒരേ വഴി. മറ്റൊരു ഷോർട്ട് കട്ടും ഇല്ല. ഒരാൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി സത്യസന്ധനും കഠിനാധ്വാനിയും ആവണം. മറ്റ് കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടേക്കൂ. ഈ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. അത് ശരി, ദൈവത്തിന്റെ മേൽ നമ്മൾ എത്രത്തോളം ഭാരം കൊടുക്കാൻ പറ്റും ഗൗതം ഭായി? ഡിസംബർ 2021 നിങ്ങളുടെ വെൽത്ത് 9,62,322 crores. ഡിസംബർ 2022 ഒരു വർഷത്തിനുള്ളിൽ 18,64,579 crores. ഒരു വർഷത്തിൽ ഇത്രയധികം ഉയർച്ച ദൈവം ഇങ്ങനെയൊക്കെയാണോ തരുന്നത്? ഇത് നോക്കൂ രജത് ഭായ്, ഞാൻ ഈ കണക്കുകളുടെ കളിക്കൊന്നും പോവാറില്ല. എനിക്കറിഞ്ഞിടത്തോളം മേജർ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിനെ വളർത്താൻ വേണ്ടി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണക്ക് എന്തുകൊണ്ടാണ് കൂടുന്നേ? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നാട് നല്ല വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് ഞാൻ പൂർണ്ണ വിശ്വാസത്തിൽ പറയുന്നു, ഇന്ത്യയുടെ ഇന്നത്തെ പൊസിഷൻ വെച്ചിട്ട് ഇനിയൊരു 20-30 വർഷത്തിൽ വരുന്ന പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതാരെ കൊണ്ട് നിർത്താൻ പറ്റില്ല. പക്ഷേ ഈ കണക്കുകളെല്ലാം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നിങ്ങൾ ദിവസവും 1,600 കോടി രൂപ സമ്പാദിക്കുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 66 കോടി രൂപ. കുട്ടിക്കാലം മുതലേ ഈ ശീലങ്ങളൊക്കെ ഉണ്ടോ, അതോ യുവാവായതിനു ശേഷമാണോ ഈ ശീലങ്ങളൊക്കെ വന്നത്? ഇത് നോക്കൂ രജത് ഭായ്, ഞാൻ ഈ കണക്കുകളുടെ കാര്യമൊന്നും നോക്കാറില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കണക്കിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര ഐഡിയ ഇല്ല. എനിക്ക് 15 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ട് വീട്ടിലെല്ലാവരും എന്നെ ഒരു അതിശയമായിട്ട് നോക്കുമായിരുന്നു. അതായത് എൻ്റെ പഠനം ശരിയായിട്ട് തീർക്കാതെ എൻ്റെ ഗ്രാജുവേഷൻ പോലും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ മുംബൈയിലേക്ക് വരുന്നത്. ഏകദേശം 4 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് അഹമ്മദാബാദിലേക്ക് പോയി. മുംബൈ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അതിൽ കഠിനാധ്വാനവും ഒന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബിസിനസ് ജേണി അവിടെ നിന്ന് തുടങ്ങി. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന കാരണം ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നത്. എൻ്റെ അടുത്തൊരു വേഗം ഉണ്ടായിരുന്നു, ഒരു 18-19 വയസ്സുള്ള പയ്യൻ്റെ ആഗ്രഹങ്ങൾ. അതിൽ എൻ്റെ ഫാമിലിയുടെ ബിസിനസ് കഴിഞ്ഞ് എന്തെങ്കിലും പുതിയതായിട്ട് നാട്ടിന് വേണ്ടി ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അത് കാരണം എൻ്റെ ഫാമിലിയും എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ആ ബേസിസിലാണ് ഞാൻ മുന്നേറിപ്പോയത്. എനിക്കതിലൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ആ ബഡ്ജറ്റിനകത്ത് വേണം ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ. കുറേ കഷ്ടപ്പെടേണ്ടിയും വന്നു എനിക്ക്. നിറയെ പേര് എസ്റ്റാബ്ലിഷ് ആയിരുന്നു അന്ന്. പക്ഷെ ഞാൻ എന്താ അതിൽ നോക്കിയെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളിൽ പല ആൾക്കാർ വന്ന് ഞാൻ ജയിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്നു, എനിക്ക് സപ്പോർട്ടും തന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്താന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ കാരണമാണ്. നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ പഠിത്തത്തിൽ വളരെ ഷാർപ്പായിരുന്നെന്ന്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം പകുതിയിൽ നിർത്തിക്കളഞ്ഞത്? ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ സബ്ജക്റ്റായിട്ട് വെച്ചിരുന്നു. കണക്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ കുറേ കഷ്ടപ്പാട് വന്നപ്പോൾ ഞാൻ പഠിപ്പൊക്കെ പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നത്. ഗൗതം ഭായി, നിങ്ങൾ ഇങ്ങനൊന്നും പറയരുത്. കാരണം യുവാക്കൾ പിന്നെ പഠിത്തമൊക്കെ വിട്ടിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങും. എനിക്ക് അറിഞ്ഞിടത്തോളം എല്ലാവർക്കും പഠിപ്പ് വളരെ ആവശ്യമുള്ളതാണ്. പഠനം ഒരു മനുഷ്യനെ വളരെ നോളജബിൾ ആക്കും. എനിക്ക് പക്ഷേ ആ വഴിയിലേക്ക് പോകാൻ പറ്റില്ല. അതെൻ്റെ വിധിയാണെന്ന് കരുതുന്നു. ഞാൻ പക്ഷേ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അത് കഠിനാധ്വാനവും എക്സ്പീരിയൻസും ആയിരുന്നു. ആ കഠിനാധ്വാനവും എക്സ്പീരിയൻസും കാരണം എൻ്റെ ജ്ഞാനം വർദ്ധിപ്പിച്ചു. അതല്ലാതെ ചില സമയം ഞാൻ ശാന്തതയിൽ ചിന്തിക്കുമായിരുന്നു. ഞാൻ നന്നായിട്ട് പഠിച്ച് എൻ്റെ നോളജ് വളർന്ന് അതിൻ്റെ കൂടെ ഈ എക്സ്പീരിയൻസും കൂടെ ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ഗൗതം അദാനിയെക്കാട്ടി വലിയ ഒരാളായിരുന്നിരിക്കും. അതായത് 10 വർഷം മുൻപേ നമ്പർ 1 ആയിട്ട് വരാമായിരുന്നു. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 ഇതെല്ലാം വെറും നമ്പർ അല്ലേ? പക്ഷെ മറ്റൊരു കഥയുണ്ട്. നിങ്ങളുടെ പക്കൽ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളുടെ പക്കൽ ഒരു ജെറ്റ് എയർക്രാഫ്റ്റ് ഉണ്ട്, ഹെലികോപ്റ്ററിന്റെ ഫ്ലീറ്റും ഉണ്ട്. എവിടുന്ന് എവിടേക്ക് വന്നത് കണ്ടില്ലേ? രജത് ഭായ്, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. ഇന്നും ഞാൻ സ്കൂട്ടർ ഓടിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, റിക്ഷയിൽ പോകുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ബസ്സിൽ പോകുന്ന ഒരാളായാലും ശരി, ജെറ്റിൽ പോകുന്ന ഒരാളായാലും ശരി, ഇവരോരോരുത്തരുടെയും മനസ്സ് എന്ത് ചിന്തിക്കുമെന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം ഞാനും അതേ വഴിയിലൂടെയാണ് വന്നത്. അത് കാരണം ഞാനിപ്പോൾ എവിടെയാണെങ്കിലും ശരി, കാരണം ഞാനിന്ന് ജെറ്റിൽ പോയാലും ശരി, തറയിലുള്ള മനുഷ്യർ എന്താലോചിക്കുമെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു കളിയാക്കലുണ്ട്. മുകേഷ് അംബാനി 500 മില്യൺ തന്റെ വീട് കെട്ടുവാൻ വേണ്ടി ഉപയോഗിക്കാതിരുന്നിരുന്നെങ്കിൽ, താങ്കളുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതിൽ അദ്ദേഹം വേൾഡിൽ നമ്പർ 1 ആയേനെന്ന്. രജത് ഭായ്, ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതൊക്കെ വളരെ ക്രിയേറ്റീവാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് കാരണം നമ്മുടെ ആൾക്കാർക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് ഞാനൊന്നും കാണുന്നില്ല. താങ്കൾ തന്നെ ശ്രദ്ധിച്ചോളൂ. ഒരു കാലത്ത് ജനങ്ങൾ ടാറ്റ, ബിർള എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ സംസാരിക്കുന്നത് അഡാനി, അംബാനി എന്നാണ്. ഇത് നോക്കൂ, ടാറ്റ, ബിർളയൊക്കെ അവർ നമ്മുടെ നാട്ടിൻ്റെ വളരെ വലിയ വ്യാപാരികളായിരുന്നു. അവർ ഈ നാട്ടിന് വേണ്ടിയും നാട്ടിനെ ഉയർത്താൻ വേണ്ടിയും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ഓരോ ഗ്രൂപ്പിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും കുറേ ബിസിനസ് ഗ്രൂപ്പ്സൊക്കെ തീർച്ചയായും വളരണം. അവരെല്ലാവരും ഒന്ന് ചേർന്നാൽ മാത്രമേ നാടിൻ്റെ ശക്തിയും വർദ്ധിക്കത്തുള്ളൂ. താങ്കൾ പണം സമ്പാദിച്ചു, വലിയ ഉന്നതിയിലെത്തി. അപ്പോൾ റിസ്കോ അതുപോലെ കാണുമല്ലോ അല്ലേ? ഇന്ന് ഒരു ബിസിനസ്സും റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എത്രത്തോളം കാൽക്കുലേറ്റീവ് റിസ്ക് എടുക്കുന്നുവോ, ആ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്രത്തോളം വളർന്നു നിൽക്കാൻ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത വലിയ വലിയ റിസ്കുകളാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അതിനു വേണ്ടിയുള്ള ഒരു ലക്ഷ്യം വേണം. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരും. അതിൽ നല്ല സമയങ്ങളും വരും, ചീത്ത സമയങ്ങളും വരും. അതെങ്ങനെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്ത് മുന്നേറുന്നു എന്നുള്ളതിലാണ് കാര്യം. അതിനെന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ അതിനെ അതിജീവിച്ച് കഷ്ടപ്പെടേണ്ടതുണ്ട്. ശരി, താങ്കളുടെ ചില കഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രാവശ്യം താങ്കളെ കിഡ്നാപ്പ് ചെയ്തിരുന്നു. താങ്കളുടെ ജീവൻ തന്നെ റിസ്കിലായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പക്ഷേ എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. അത് ആർക്ക് മറക്കണോ അവർ വേഗം മറന്നു കഴിഞ്ഞാൽ അത് അവർക്ക് നല്ലത്. താങ്കൾ അത് മറക്കില്ലെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അയാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ വെറുതെ വിടില്ല. എനിക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും എവിടെ വെച്ച് വന്നാലും അവിടത്തേക്ക് ഞാൻ വേഗം തന്നെ അഡാപ്റ്റ് ആകും. നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേണ്ടാതെ ഇരുന്ന് ആലോചിച്ചു കൂട്ടി എൻ്റെ മൈൻഡിലേക്ക് കയറ്റി വെക്കുന്ന ഒരു ഏർപ്പാട് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. ഒരു ദിവസം അവരെന്നെ കിഡ്നാപ്പ് ചെയ്തു, പിന്നെ അടുത്ത ദിവസം ആ കിഡ്നാപ്പർ എന്നെ വെറുതെ വിട്ടു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ അന്ന് രാത്രി പോലും വളരെ നന്നായിട്ടാണ് കിടന്ന് ഉറങ്ങിയതെന്ന്. കാരണം ആ പ്രഷർ ഞാൻ എൻ്റെ തലയിലേക്ക് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ മറ്റൊരു പ്രാവശ്യവും നിങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടിരുന്നു. 26/11.
തീവ്രവാദികൾ താജ് ആക്രമിച്ചപ്പോൾ നിങ്ങൾ താജിലുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച ടെററിസ്റ്റിനെ കണ്ടേ. അവർ ഹോട്ടലിനകത്ത് കയറി ഫസ്റ്റ് റൗണ്ട് ഫയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അതിനും ഞാൻ ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. അത് ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 തവണയാണ് മരണത്തിനെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് വേണം പറയാൻ. അവിടുന്ന് ഞാൻ എങ്ങനെയോ ആണ് രക്ഷപ്പെട്ടു വന്നത്. 26th 11 നൈറ്റ് ഈ ദേശം തന്നെ കണ്ടു. ഇപ്പോൾ ആലോചിച്ചാലും പേടിച്ച് വിറയ്ക്കുന്ന സംഭവം നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ താജ് ഹോട്ടലിനകത്ത് ദുബായിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കമ്പനിയുടെ CEO ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം നടന്നത്. 10 മണിക്കാണ് ഈ സംഭവം നടന്നത്. അതിന് 5 മിനിറ്റ് മുമ്പ് ഞങ്ങൾ ഹോട്ടലിലെ ബില്ലൊക്കെ പേ ചെയ്ത് എണീറ്റ് നിന്നതാ. ഡിസ്കഷൻ കഴിയാത്ത കാരണം എൻ്റെ ഫ്രണ്ട് അവിടെ തന്നെ ഇരുന്ന് തിരിച്ചു ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നതാ. അപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഞാൻ ബില്ലൊക്കെ പേ ചെയ്ത് ലോബിയിലേക്ക് പോകുന്ന സമയമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും അവരുടെ കയ്യിൽ പെട്ടനെ. ദൈവാധീനോ ഞങ്ങൾ റെസ്റ്റോറൻറ്റിനകത്ത് തന്നെ ഇരുന്നത്. ഞാൻ ഇന്നും ഒരു സംശയമില്ലാതെ പറയും, താജ് ഗ്രൂപ്പിൻ്റെ എല്ലാ സ്റ്റാഫുകളും, ഈവൻ വെയിറ്റേഴ്സ്, അവരെല്ലാവരും അന്ന് വളരെ നന്നായിട്ടാണ് ജോലി ചെയ്തത്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേറെ ഒരു ഓർഗനൈസേഷനിലും ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? രാത്രി മുഴുവൻ ഞാൻ അവിടെ തന്നെയായിരുന്നു. അവിടെ താജിലുള്ള സ്റ്റാഫുകൾ എന്നെ മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു റൂമുണ്ടായിരുന്നു. അവിടെ പെറുക്കക്കൂടെ കിച്ചൺ വഴി ഞങ്ങളെ മേളിലേക്കുള്ള ഒരു ചേംബറിലേക്ക് കൊണ്ടുപോയി. രാത്രി മുഴുവൻ അവിടെയായിരുന്നു. കാലത്തെ ഏകദേശം 7 മണിയായപ്പോൾ അവിടെ കമാൻഡോസ് വന്നപ്പോൾ ഹോട്ടലിനകത്ത് നിറയെ പേര് പെട്ട് കിടക്കാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അവിടെ ആ കമാൻഡോസ് വന്ന് എനിക്ക് കുറേ പ്രൊട്ടക്ഷനൊക്കെ തന്ന ഹോട്ടലിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. അടുത്ത ദിവസം കാലത്തെ 7:30 മണിക്കാണ് ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ദൈവം നിങ്ങൾക്ക് നല്ല ദീർഘായുസ് നൽകട്ടെ. ജീവിതത്തിൽ വീണ്ടും ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കട്ടെ. പക്ഷെ ഇനിയും ധാരാളം ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ആപ്കി അദാലത്തിൽ ഒരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം മറ്റൊരു കുറ്റപത്രം, പല ചോദ്യങ്ങളും ഗൗതം അദാനിയോട്. നമ്മുടെ ദേശത്തൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം വളരെ കഠിനമായി കഷ്ടപ്പെട്ട് താങ്കളെ ഉന്നതിയിലെത്തിച്ചു. അദ്ദേഹം ദിവസവും താങ്കളുടെ പേര് പറയാറുണ്ട്. ആപ്കെ അദാലത്തിൽ ഇന്നത്തെ അതിഥി പ്രസിദ്ധനായ വ്യവസായി ഗൗതം അഡാനി. അദ്ദേഹത്തിന്റെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ, ആപ്കി അദാലത്ത് പരിശോധിക്കുന്നു ലോകപ്രശസ്തനായ ബിസിനസ് തലവൻ ഗൗതം അദാനിക്കു നേരെയുള്ള ആരോപണം, അതായത് ഇദ്ദേഹം നന്ദിയില്ലാത്തവനാണെന്ന അഭിപ്രായത്തെപ്പറ്റി. ഗൗതം ഭായി, നിങ്ങളുടെ പേര് വന്നപ്പോൾ ജനങ്ങൾ എന്താ പറയുന്നതെന്നറിയാവോ? ഇദ്ദേഹത്തിന്റെ പേര് മാത്രം മതി, ഗൗതം അഡാനി. മാത്രമല്ല, നമ്മുടെ ദേശത്തൊരു വ്യക്തിയുണ്ട്. കഴിഞ്ഞ 8 വർഷങ്ങളായി അദ്ദേഹം കഠിനമായി കഷ്ടപ്പെട്ട് താങ്കളെ ഉന്നതിയിലെത്തിച്ചു. അദ്ദേഹം ദിവസവും താങ്കളുടെ പേരാണ് പറയുന്നത്. അദ്ദേഹം ആരാണെന്ന് താങ്കൾക്കും അറിയാം, രാഹുൽ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഒരു നന്ദി പോലും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നോക്കൂ രജത് ഭായ്, രാഹുൽ സാറ് കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു നേതാവാണ്. അതുമാത്രമല്ല, എനിക്ക് മനസ്സിലായിടത്തോളം എന്നെപ്പോലത്തെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് അദ്ദേഹത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് അത്ര നല്ലതല്ല. അദ്ദേഹം ഒരു നല്ല നേതാവാണ്. അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുമ്പോൾ അദ്ദേഹവും നാട്ടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ്. ചിലപ്പോഴൊക്കെ അദ്ദേഹം ഒരു ആവേശത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് ആൾക്കാർ കളിയാക്കാറുണ്ട്. ഞാനതൊരു പൊളിറ്റിക്കൽ കാര്യമായതുകൊണ്ട് അത്ര വലുതാക്കി നോക്കാറില്ല. ഇതാ നോക്കൂ, താങ്കൾ അദ്ദേഹത്തെ പറ്റി സംസാരിക്കാറില്ല, പക്ഷെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. 2-3 ഉദാഹരണം ഞാൻ പറയാം. രാഹുൽ ഗാന്ധി പറയുക, ഇത് പഴയൊരു ന്യൂസാണ്, 2022 ഫെബ്രുവരിയിലുള്ളത്. മോദി സർക്കാർ ഇന്ത്യയിലുള്ള എല്ലാ പോർട്ടും എല്ലാ എയർപോർട്ടും
എല്ലാ ഗ്യാസും ട്രാൻസ്മിഷനും എല്ലാ പവറും എല്ലാ മൈനിങ്ങും എല്ലാ ഗ്രീൻ എനർജി ഗ്യാസും എല്ലാ അഡാനിയുടെ ഏൽപ്പിച്ചെന്ന്. നോക്കൂ രജത് ഭായ്, ഒരു കുറ്റം പറയുമ്പോൾ എല്ലാം അറിഞ്ഞ് സംസാരിക്കണം. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഞാൻ ഏതെങ്കിലും പ്രോജക്റ്റ് ബിഡ് ചെയ്യാതെ എടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയൂ. ഒരു സ്ഥലത്ത് പോലും ബിഡിങ് ചെയ്യാതെ അല്ലെങ്കിൽ മെറിറ്റ് ഇല്ലാതെ ഞാൻ ഒരു ബിസിനസ്സിലേക്കും പ്രവേശിച്ചിട്ടില്ല. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, ഭാരതത്തിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും കോൺട്രവേഴ്സി ആവുമെന്ന്. അത് കാരണം മുഴുവൻ അദാനി ഗ്രൂപ്പിന് ഒരു ഫിലോസഫി ഉണ്ട്. ഒരു പ്രോജക്റ്റ് പോലും ബിഡിംഗ് ഇല്ലാതെ തൊട്ടുപോരുതെന്ന്. അതിൻ്റെ പോർട്ടുകളാകാം, എയർപോർട്ടുകളാകാം, റോഡാകാം, പവർ ഹൗസുകളാകാം, യാതൊരു ബിസിനസ്സിലും ബിഡിംഗ് ഇല്ലാതെ ഞാൻ എടുത്തിട്ടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരീക്ഷ എഴുതി ഫസ്റ്റ് റാങ്ക് മേടിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് ഫസ്റ്റ് റാങ്ക് മേടിച്ചതെന്ന് ആൾക്കാർ ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുമെന്ന് പറയാറില്ലേ? അതവർ പറഞ്ഞോട്ടെ, പക്ഷെ അത് പ്രൂവ് ചെയ്യണ്ടേ. എന്നെപ്പറ്റി രാഹുൽ സാർ പോലും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നടന്ന ബിഡിങ്ങിൽ ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചെന്നോ അതോ കുഴപ്പം നടന്നിട്ടുണ്ടെന്നോ, ആ കുഴപ്പം കാരണമാണ് എനിക്ക് ആ പ്രോജക്റ്റ് കിട്ടിയതെന്നോ. ഞാൻ ഇനിയും കുറച്ച് വ്യക്തതയോട് പറയാം. അദ്ദേഹം എന്താണ് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ മൊത്തം പണവും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ വേറെ വേറെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ? ഇതെല്ലാം ബാങ്കിൽ നിന്ന് വാങ്ങിച്ച ലോൺ ആണെന്നാണ് പറയുന്നത്. ഏകദേശം 2 lakhs crore ലോൺ ഉണ്ടെന്ന് പറയുന്നു ഗൗതം അഡാനി പേരിൽ. അതെല്ലാം പബ്ലിക്കിന്റെ പണമാണ്, അത് വെച്ചാണ് ബിസിനസ് ചെയ്യുന്നതെന്ന്. രജത് ഭായ്, നിങ്ങൾ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇൻഫ്രാസ്ട്രക്ചർ, നിങ്ങളൊരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഏത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആയാലും അതിൻ്റെ പുറത്ത് ഒരു ബാങ്കിൻ്റെ ഡേറ്റ് കാണും. അതിൻ്റെ പുറത്ത് നിങ്ങൾ ആ ഈക്വിറ്റി ഇടും. 30 തൊട്ട് 40% വരെ നിങ്ങളുടെ കയ്യിലുള്ള കാശ് എടുത്തിട്ടിട്ട് ബാക്കിയുള്ള പൈസ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. ഇപ്പം ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ലോണാണോ മേടിക്കുന്നത് ആ ലോണിൽ നിങ്ങളുടെ റേറ്റിംഗ് എന്താണെന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ വഴി ഒരു കാര്യം പറയാൻ ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ മേടിക്കുന്ന ലോണിനകത്ത് അദാനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒറ്റ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടും ഇവിടെ ഇല്ല. ബാങ്ക് ഞങ്ങൾക്ക് തരത്തില്ല. ഒരു ഇൻഡിപെൻഡൻറ്റ് റേറ്റിംഗ് ഏജൻസിയും ഇവിടെ ഉണ്ട്. അവർക്കാണ് അത് കൊടുക്കുന്നത്. അവരും മുഴുവനായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്തിട്ടാണ് തരുന്നത്. അത് ബേസിക് ആയിട്ട് ഞങ്ങൾ വച്ചിട്ടാണ് ആർക്ക് ലോൺ കൊടുക്കണോ അവർക്ക് കൊടുക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും നടക്കും. എത്രത്തോളം ബാങ്കുകളുണ്ടോ അവിടെ കോർപ്പറേറ്റുകളും കാണും. ഇന്ന് അദാനി ഗ്രൂപ്പിൻ്റെ എല്ലാ കമ്പനീസിലും ഇന്ത്യയുടെ റേറ്റിംഗ് ഉണ്ടല്ലോ, അതായത് ഭാരതത്തിൻ്റെ റേറ്റിംഗ്, അതിൻ്റെ ഈക്വൽ ആയിരിക്കും ഇത്, വിച്ച് ഇസ് എ സോവറൻ റേറ്റിംഗ്. എത്രത്തോളം അദാനി ഗ്രൂപ്പിന് ഇത്രയും ഡിസിപ്ലിനും റേറ്റിംഗും ഒക്കെ ഉള്ളതോ, ഇത്രയും നാൾ എൻ്റെ ഈ 25 വർഷത്തിൻ്റെ അനുഭവത്തിൽ എൻ്റെ പേയ്മെൻറ്റ് ഒരു ദിവസം പോലും ഡിലേ ആയിട്ടില്ല, ഇൻട്രസ്റ്റ് കെട്ടാതെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് അദാനി ഗ്രൂപ്പിന് എപ്പോഴൊക്കെ പൈസയുടെ ആവശ്യമുണ്ടോ, എന്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാലും എല്ലാവരും കൊടുക്കാൻ തയ്യാറാണ്. രാഹുൽ സാർ എന്താണ് പറയുന്നത് വെച്ചാൽ, മോദി സാറാണ് താങ്കൾക്ക് എല്ലാം വാങ്ങി തരുന്നതെന്ന്. നിങ്ങൾ തന്നെ നോക്കൂ, 2013 ശേഷം, അതായത് അപ്പോൾ 80% പൈസ ഞങ്ങൾ ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് മേടിച്ചത്. ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറഞ്ഞ് 35%ലേക്ക് വന്നിട്ടുണ്ട്. അതുമാത്രമല്ലാതെ ഞങ്ങളിപ്പോൾ ഫുൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഗ്ലോബൽ റേറ്റിംഗ് ചെയ്ത് പോയിരിക്കുകയാണ്. അത് കാരണം ഇന്ന് ഇന്ത്യക്ക് ഗ്ലോബൽ റേറ്റിംഗിൽ ആരെങ്കിലും പറയുന്നത് കാരണം അവർക്ക് പൈസ കിട്ടാൻ പോകുന്നില്ല. അതവരുടെ റേറ്റിംഗും ഗവർണൻസിൻ്റെ അടിസ്ഥാനത്തിലുമാണ് കൊടുക്കുന്നത്. അതുമാത്രമല്ലാതെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ എല്ലാ കമ്പനികളുടെയും റേറ്റിംഗ് ഉണ്ടല്ലോ, അതല്ലാതെ ഡിസ്ക്ലോഷേഴ്സും ഉണ്ട്. ആ ഡിസ്ക്ലോഷേഴ്സ് ഉണ്ടല്ലോ, അവർ വെച്ച് ഞങ്ങളുടെ കമ്പനിയെ വേൾഡിൽ 3rd ESG ലെവലിലേക്ക് ഞങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ ബേസ്ലെസ് ആണ്. സാരമല്ല, രാഷ്ട്രീയമല്ലേ, അവരുടെ ഇഷ്ടത്തിന് വായിൽ വന്നതൊക്കെ അവർ വിളിച്ചു പറയും. പക്ഷെ അതിനുള്ള ഉത്തരം ലെൻഡേഴ്സ് കൊടുത്തോളും. ഞങ്ങൾ ബോറോവേഴ്സ് ഉള്ളത് കാരണമല്ലേ ലെൻഡേഴ്സ് ഉള്ളത്. ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ട് അവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ലോൺ എല്ലാം താങ്കൾക്ക് ഗവൺമെന്റ് ബാങ്കിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന്. അത് മാത്രമല്ല 40% ലോൺ 2020-22 നടുക്കാണ് ലഭിച്ചതെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് പറയാം.
ഞങ്ങൾ കൊടുക്കുന്ന ലോണിൻ്റെ ലിമിറ്റ് കഴിഞ്ഞ 10 വർഷത്തിൽ, അതായത് 8 വർഷമൊന്നും പറയാം, 11% മേലെ പോയിട്ടുണ്ട്. അതുമാത്രമല്ലാതെ ഞങ്ങളുടെ ഇൻകമും 24%ലേക്ക് പോയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അത് കാരണമാണ് ഞങ്ങളുടെ റേറ്റിംഗ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ ബോറോയിങ്ങിനെ കാട്ടി കൂടുതലാണ്. പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അഡാനിയുടെ ബലൂൺ ഒരു പക്ഷേ പൊട്ടുകയാണെങ്കിൽ അപ്പോൾ എല്ലാ ബാങ്കും പൊട്ടിപ്പോകുന്നു. ഇത് പല ആൾക്കാരുടെ പല തോന്നലാ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, അദാനിയുടെ അസറ്റ് ലോണിനെ കാട്ടി 3-4 മടങ്ങ് കൂടുതലാണെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ആരുടെ പൈസയും അൺസെക്യൂർഡ് ആയിട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ബലൂൺ പൊട്ടുകയില്ല, പറന്നുകൊണ്ടേയിരിക്കുമെന്ന്. ഇന്ത്യ മുന്നേറുന്നവരെ ഈ ബലൂൺ മേലെ തന്നെ പറന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ തയ്യാറാണ്. താങ്കൾ സർ, താങ്കൾ നമ്പറുകൾ പ്രധാനമല്ലെന്നും അത് വെറും മായയാണെന്നുമാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അഭിമാനം തോന്നുകയാണ്. ഐ മീൻ, ലോകത്തെ തന്നെ ഏറ്റവും പണക്കാരനായ ഒരാൾ നമ്മുടെ രാജ്യത്തു നിന്നാണെന്ന് ഓർക്കുമ്പോൾ. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ടാവും. അപ്പോഴൊന്നും നിങ്ങൾക്ക് ഒരല്പം പോലും പേടി തോന്നിയില്ലേ? നിങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ ആദ്യം ആ റിസ്കിനെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഞാൻ പല സ്ഥലത്ത് റിസ്ക് എടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാ സ്ഥലത്തും ഞാൻ ജയിച്ചിട്ടൊന്നുമില്ല. പല സ്ഥലത്ത് ഞാൻ തോറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ സ്കില്ലും ആവശ്യമുണ്ട്. അത് കടന്നു പോകാൻ നിങ്ങൾക്ക് അറിയണം. അതിനുവേണ്ടി നിങ്ങൾ കഠിനാധ്വാനവും ചെയ്യണം. കുറേ പ്രശ്നങ്ങൾ വരും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് അത്ര ഈസി ആയിട്ട് നടക്കത്തില്ല. തീർച്ചയായും ജയിക്കാൻ പറ്റുമെന്നും ആരെ കൊണ്ടും പറയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? തടസ്സങ്ങളും അതിൽ വരും. പക്ഷെ നിങ്ങളുടെ ഇൻറ്റൻഷൻ ശരിയാണെങ്കിലേ നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായും കിട്ടും. ഇതാണ് എൻ്റെ അനുഭവം. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തും കിട്ടും നിങ്ങൾക്ക്. രാഹുൽ ഗാന്ധി മറ്റൊരു കുറ്റവും പറയുന്നുണ്ട്. മോദിജി ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. മൂന്ദ്ര പോർട്ട് ട്രസ്റ്റിൽ നിന്നും, അതാണ് താങ്കളുടെ ആദ്യത്തെ പോർട്ട്, അതാണ് ആദ്യമായി നിർമ്മിച്ചത്. 2021 സെപ്റ്റംബറിൽ 20,000 കോടി മതിപ്പുള്ള ഡ്രഗ്സ് പിടിച്ചെടുത്തെന്ന്. 2022 മെയ്യിൽ 500 കോടി മതിപ്പുള്ള ഡ്രഗ്സും. അതിനുശേഷം 2022 ജൂലൈയിൽ 375 ക്രോസിലുള്ള ഡ്രഗ്സും പിടിച്ചെടുത്തിരിക്കുന്നു. അഡാനിയെ ആരാണ് സംരക്ഷിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇപ്പം നിങ്ങളൊരു കണക്ക് പറഞ്ഞില്ലേ, ഈ ഡ്രഗ്സ് പിടിച്ചെന്ന്. ഇതേ കാര്യം നിങ്ങൾ വേറെ ഒരു ആംഗിളിൽ കണ്ടാൽ അത് വളരെ നന്നായിരിക്കും. ഇതിനെ പിടിച്ചത് വളരെ നല്ല കാര്യമാണ്. അതേപോലെ ഇവിടുന്ന് ഏത് ഡ്രഗ്സ് പോയാലും അവരുടനെ തന്നെ പിടിക്കുന്നുമുണ്ട്. എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് ഡ്രഗ്സ് ബിസിനസ്സേ നടന്നിട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ ഇന്നും എൻ്റെ എല്ലാ ഏജൻസിനെയും ഞാൻ അഭിനന്ദിക്കാൻ ആശിക്കുന്നു. അവർ കസ്റ്റംസ് ആകാം, പോലീസ് ആകാം, DRI ആകാം, അവരെല്ലാവരും വളരെ നന്നായിട്ട് പണിയെടുത്ത് ഈ ഡ്രഗ്സ് സ്മഗ്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഈസി ആയിട്ട് പിടിക്കുന്നുണ്ട്. അതുമാത്രമല്ലാതെ ഞങ്ങൾ ഈ പോർട്ട് നടത്തുന്നത് കാരണം ഞങ്ങളുടെ കയ്യിൽ എല്ലാ അധികാരങ്ങളും ഇല്ല. അതായത് ഗവൺമെൻറ് എന്ത് പറയുന്നോ അത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. പോർട്ട് നടത്തുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജോലി കാർഗോ കയറ്റുന്നതും കാർഗോ ഇറക്കുന്നതും മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ പോലീസിംഗ് പവർ കാണത്തില്ല, ഇൻസ്പെക്ഷൻ പവർ കാണത്തില്ല, അറസ്റ്റ് ചെയ്യാനുള്ള പവറും കാണത്തില്ല. അത് ഗവൺമെൻറ്റിൻ്റെ പല പല ഏജൻസീസ് ആയിരിക്കും നോക്കി നടത്തുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. അതേപോലെ ഇതിൽ നിന്ന് പിടിച്ച സാധനങ്ങളെ പറ്റി ഗവൺമെൻറ്റിന് മുഴുവൻ ഇൻഫർമേഷനും എവിടുന്നെങ്കിലും കിട്ടുന്നതായിരിക്കും. അതായത് ആരാ അയക്കുന്നത്, എവിടുന്നാ അയക്കുന്നത്, എന്തിനാ അയക്കുന്നത്, ഗവൺമെൻറ് എല്ലാവരെയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറ്റം പറയുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എപ്പോഴും ഡ്രഗ്സ് പിടിച്ചെടുക്കുന്നുണ്ട്, പക്ഷേ ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റ് ഏജൻസി ആണെങ്കിലും അഡാനിയോടും അവരുടെ ആൾക്കാരോടും ഒരു എൻക്വയറി പോലും നടത്തുന്നില്ലെന്ന്. അതെല്ലാം തെറ്റാണ്. ഇപ്പോഴൊക്കെ എന്ത് ഇൻവെസ്റ്റിഗേഷൻ നടന്നാലും അത് മുഴുവൻ 360 ഡിഗ്രി ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനും കാണും. അതേപോലെ ഗവൺമെന്റ് ലെവലിൽ ആരെ കൊണ്ടും ഇടയ്ക്ക് കയറി ഇതിനെ ബൈപ്പാസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആരിങ്ങനെ പറഞ്ഞാലും ഞാൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അതേപോലെ അദാനി ഗ്രൂപ്പിന് വേണ്ടി ഇവിടെ ആരും ഒരു കൺസെഷനും ചെയ്തു തരുന്നില്ല.
താങ്കളുടെ സ്വത്തിന്റെ കണക്ക് വെക്കാൻ ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുവോ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പറയുന്ന കണക്കുകളും സൂക്ഷിക്കുവാൻ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. 8 വർഷമായിട്ട് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. രജത് ഭായ്, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാ രാഹുൽജീനെ പറ്റി പറഞ്ഞ് ഞങ്ങൾക്കിടയിൽ തിരിച്ചു ഒരു സംഘർഷം ഉണ്ടാക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. നാളെ അദ്ദേഹം വേറെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ കൊടുക്കും. ഞാൻ പറയാണ്, രാഹുൽജി നല്ല ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹം എന്ത് ചെയ്യാനാ? അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി നടത്തുന്ന ആളല്ലേ. തീർച്ചയായും ഐഡിയോളജിക്കൽ ഡിഫറൻസസ് കാണും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനത്തെ കുറ്റങ്ങൾ പറയുന്നത്. ഞാനൊരു പാവം വ്യവസായ പ്രമുഖനാ. സോ അത് കാരണം ഞാൻ എന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നിർത്താൻ പോകുന്നോയില്ല, നിങ്ങൾ നിർത്തുന്ന ലക്ഷണവും ഇല്ല. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെന്ന്. ഈ നരേന്ദ്രമോദി സ്റ്റേഡിയം ഇല്ലേ, അതിനുള്ളിൽ ഒരു ക്രിക്കറ്റ് പിച്ച് ഉണ്ടെന്ന്. ഒരു എൻഡിന്റെ പേര് എന്തിനാണ് അഡാനി എൻഡ്? അതെന്താന്ന് വെച്ചാ ഒരു സ്റ്റേഡിയം ഒക്കെ കെട്ടുമ്പോഴേ അവിടെ കുറെ ഓപ്ഷൻസ് ഒക്കെ നടക്കും. അപ്പോൾ അവിടെ സ്റ്റേഡിയമിൽ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം വരില്ലേ. ഒരു സൈഡിൽ അദാനി സ്റ്റേഡിയം, മറ്റൊരു സൈഡിൽ റിലയൻസ് സ്റ്റേഡിയം. സോ 2 ഗ്രൂപ്പ്സും പൈസ കൊടുത്ത് റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. അതിലെന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പറ്റി ഒന്നും സംസാരിച്ച് കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് പബ്ലിക് നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. 2014 ഇലക്ഷന് ശേഷം, ആ ഇലക്ഷൻ ടൈമിലും ശരി അതിന് ശേഷവും ശരി, അദ്ദേഹം എന്നെ തുടർച്ചയായി, രാഹുൽജി എന്നെ പലതവണ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് കാരണമാ നിങ്ങൾക്കൊക്കെ അദാനി ആരാന്നുള്ളത് മനസ്സിലായത്. അതുകൊണ്ടല്ലേ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആപ്കി അദാലത്തിൽ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം അദാനിയുടെ മേൽ പല കുറ്റങ്ങളും ചുമത്തപ്പെട്ടിരിക്കുന്നു. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ആന്ധ്രാപ്രദേശിൽ 60,000 crore, ഒഡീഷയിൽ 57,000 crore, വെസ്റ്റ് ബംഗാളിൽ 37,000 crore. ഇപ്പോൾ ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ മോഡി അഡാനിയുടെ വാച്ച്മാനാണ്. അഡാനി എന്ന വ്യാപാരിയെ സൃഷ്ടിച്ചത് മോഡിയാണെന്ന് ജനങ്ങൾ പറയുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ പ്രമുഖ വ്യവസായി ഗൗതം അഡാനി വീണ്ടും വിചാരണ തുടങ്ങുന്നു. ആപ്കി അദാലത്ത് പരിശോധിക്കുന്നു. വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന ബിസിനസ് തലവൻ ഗൗതം അദാനിക്ക് നേരെയുള്ള ആരോപണം. അതായത് ഇദ്ദേഹം ബിസിനസ്സിലെ കറുത്ത കുതിരയാണോ? ഗൗതം സർ, ഇത്രയും സമയം ഞാൻ താങ്കളോട് രാഹുൽ ഗാന്ധിയെ പറ്റി ചോദിച്ചു. പക്ഷെ താങ്കൾ മാർവേഷം ചെയ്യുന്ന ആളാണ്. രാഹുൽ ഗാന്ധി തന്റെ ഭാരത് ജോഡോ യാത്രയിൽ RBIയുടെ ഫോർമർ ഗവർണർ രഘുറാം രാജന്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ പാർലമെന്റിലുള്ള ഒരു വാച്ച്മാനോട് സംസാരിച്ചു. ആ വാച്ച്മാനോടല്ല, യഥാർത്ഥ വാച്ച്മാനോട്. അപ്പോഴാ വാച്ച്മാൻ രാഹുൽ സാറിനോട് പറഞ്ഞെന്ന് അദ്ദേഹം 4 വർഷത്തിന് മുൻപ് അഡാനിയുടെ ഷെയർ വാങ്ങിച്ചിരുന്നെന്ന്, നിറയെ ലാഭം കിട്ടി ഇപ്പോൾ ലക്ഷാധിപതിയായി മാറിയെന്ന്. അദ്ദേഹം താങ്കളെ പ്രശംസിച്ചിരിക്കുക. അദ്ദേഹം ഏത് സന്ദർഭത്തിലാ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഏതൊരു സാധാരണ മനുഷ്യനും, അയാൾ ചെറിയ ഇൻവെസ്റ്റർ ആവട്ടെ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റർ ആവട്ടെ, അവൻ അദാനി ഗ്രൂപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവൻ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, രാഹുൽജി അദ്ദേഹത്തിൻ്റെ അടുത്ത് സാധാരണമായിട്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് എന്ത് ഔട്ട്കമാണോ എനിക്ക് കിട്ടിയത്, അതെനിക്ക് ഫേവറബിൾ ആണോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇത് താങ്കൾക്ക് ഫേവറായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കോൺഗ്രസ് ആലോചിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി ആലോചിക്കുമ്പോൾ, ആ സമയത്ത് താങ്കൾ രാജസ്ഥാനിൽ രാഹുലിന്റെ പാർട്ടിയുടെ ഗവൺമെന്റിൽ അശോക് ഗെഹ്ലോട്ടിന് വേണ്ടി 68,000 crore ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. രാജസ്ഥാനിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. രാജസ്ഥാൻ മാത്രമല്ല, ഏതൊക്കെ സ്റ്റേറ്റിൽ എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും അതിനുവേണ്ടി അദാനി ഗ്രൂപ്പ് എന്ത് ഡെവലപ്മെന്റ് ചെയ്യാനും തയ്യാറാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, മീഡിയയും ഇതിൽ കോൺട്രവേഴ്സി ചെയ്യാനാണ് നോക്കുന്നത്. ഇതേ വിഷയം ഞാൻ ഒരിക്കൽ കൂടെ കേട്ടിരുന്നു. ഈവൻ രാഹുൽ ഗാന്ധി സാർ ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ച് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അദ്ദേഹം നാട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടല്ല നിൽക്കുന്നത്.
എന്റെ തത്വം എന്താന്ന് വെച്ചാ എല്ലാ സ്റ്റേറ്റിലേക്കും പോയി എവിടെയൊക്കെ പോസിബിൾ ആണോ അവിടെ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അദ്ദേഹം ഡെവലപ്മെന്റ് എതിർക്കുന്നില്ലെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ മുദ്രാവാക്യം ജനങ്ങൾ വീതിയിലുമായി അദാനി ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇത് നോക്കൂ, നിങ്ങൾ എന്ത് പൊളിറ്റിക്കൽ നറേറ്റീവ് വേണമെങ്കിലും പറഞ്ഞോളൂ. അൾട്ടിമേറ്റ്ലി നിങ്ങളൊരു കാര്യം പറയും എൻ്റെ അടുത്ത്. അവർ പറയുന്ന കുറ്റങ്ങളിൽ ഒന്ന് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, എന്നിട്ട് മറ്റത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്. പബ്ലിക് ഡിസൈഡ് ചെയ്യട്ടെ, നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ റിയാലിറ്റി എന്താ, സത്യം എന്താന്ന്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്നൊരു തീരുമാനത്തിലെത്തും. കാരണം താങ്കൾ തന്നെ നോക്കിക്കോ, കോൺഗ്രസ് ഒരു സൈഡിൽ ആലോചിക്കുകയാണ്, മറ്റൊരു സൈഡിൽ അശോക് ഗെഹ്ലോട്ട് താങ്കളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. 68 crore താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അശോക് ഗെഹ്ലോട്ടിനെ ഒരു മാന്ത്രികനാണെന്നാണ് കരുതിയത്. പക്ഷെ പിന്നീട് മനസ്സിലായി അത് താങ്കളാണെന്ന്. അശോക് ഗെഹ്ലോട്ടിന്റെ ഇപ്പോൾ ഉള്ള സർക്കാരല്ല, പണ്ടത്തെ കാലത്തുള്ള സർക്കാർ. ഞാൻ രാജസ്ഥാനിൽ മേജർ ലെവലിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അശോക് ഗെഹ്ലോട്ട് സാറിന്റെ ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി പവർ പ്രോജക്റ്റ് നിർമ്മിക്കാനുള്ള ലാൻഡ് തന്നിരുന്നു. മൈനിങ്ങിന് വേണ്ടി MDOന്റെ കൂടെ ഒരു കോൺട്രാക്റ്റും സൈൻ ചെയ്തു. എല്ലാം ത്രൂ ബിഡിംഗാണ് നടന്നിരിക്കുന്നത്. ബിഡിങ്ങിന്റെ പുറത്താ നടന്നെന്ന് ആരെ കൊണ്ടും പറയാൻ പറ്റില്ല. പോളിസിയുടെ അകത്ത് തന്നെയാണ് അദ്ദേഹം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അതും ഗവൺമെന്റ് പോളിസിയുടെ അകത്ത് തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ചിന്തയും നേർവഴിക്കുള്ളതാ. നിങ്ങളൊരു സീരിയസ് പ്ലെയർ ആയിരിക്കുമ്പോൾ നിങ്ങൾ പോളിസിയുടെ അകത്ത് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, കോൺഗ്രസിന്റെ കൂടെ, അശോക് ഗെഹ്ലോട്ടിന്റെ കോൺഗ്രസ് സർക്കാരിന്റെ കൂടെ ഞങ്ങൾ കേരളത്തിലെ ലെഫ്റ്റ് ഗവൺമെന്റിന്റെ കൂടെയും പണിയെടുക്കുന്നുണ്ട്. മമതാ ദീദിയുടെ കൂടെയും ജോലി ചെയ്യുന്നുണ്ട്. ഈവൻ നവീൻ പട്നായക്, നമ്മുടെ ജഗൻ, ഈവൻ KCR. പക്ഷേ പല സ്ഥലത്തും ഞങ്ങളുടെ ജോലി നടക്കുന്നുണ്ട്. പലയിടത്തും പല സർക്കാരാണ് ഉള്ളത്. ചില സ്ഥലങ്ങളിൽ റീജിയണൽ പാർട്ടീസ്, കോൺഗ്രസ് ഉണ്ട്, ലെഫ്റ്റ് പാർട്ടീസ് ഉണ്ട്. അത് കാരണം എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും, ഒരു ഗവൺമെന്റുമായിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന്. അതുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ അത് എവിടെ ഇരിക്കണോ അവിടെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളൊരു സീരിയസ് പ്ലെയർ ആണെങ്കിൽ, നിങ്ങളുടെ വാക്ക് നിലനിർത്താനുള്ള കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോ സ്റ്റേറ്റിനും കൊടുക്കുന്ന വാക്കുകൾ ആ വാക്കിന് ഏറ്റ പോലെയുള്ള ഡെവലപ്മെന്റ് നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഏത് സ്റ്റേറ്റിലെ ഏത് ഗവൺമെന്റ് ഉണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഗൗതം സാറേ, ഇവിടെ ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, എവിടെയൊക്കെ മോഡിയുടെ ഗവൺമെന്റ് ഉണ്ടോ അവിടെയാണ് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്. എവിടെ BJP ഉണ്ടോ അവിടെയാണ് താങ്കൾക്ക് അധിക പ്രോജക്റ്റ് ലഭിക്കുന്നതെന്ന്. ഞാൻ അത് തന്നെയാ തിരിച്ചും പറയുന്നത്. ഇന്ന് അദാനി ഗ്രൂപ്പ് 24 സ്റ്റേറ്റിൽ ഞാൻ നല്ല സന്തോഷമായിട്ടാണ് പണിയെടുക്കുന്നത്. അവിടെ എല്ലായിടത്തും BJP ഗവൺമെന്റ് ഇല്ലല്ലോ. ഞാൻ തിരിച്ചും പറയാണ്, യാതൊരു ഗവൺമെന്റും ഞങ്ങൾക്ക് ഒരു ടോർച്ചറും തരുന്നില്ല. പകരം അവർ ഞങ്ങളെ എൻ്റെ അടുത്ത് ഫിഗർ ഉണ്ട്. ആന്ധ്രാപ്രദേശിൽ 50,000 crore, ഒഡീസയിൽ 57,000 crore, വെസ്റ്റ് ബംഗാളിൽ 35,000 crore. പക്ഷേ ഇതൊക്കെ കണ്ടതിന് ശേഷം ജനങ്ങൾ പറയുന്നത് മോദി അഡാനിയുടെ വാച്ച്മാൻ ആണെന്ന്. ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അഡാനിയെ സൃഷ്ടിച്ചത് മോഡിയാണെന്ന്. നോക്കൂ, വളരെ കുറച്ച് ആൾക്കാരെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെളിയിൽ വിടത്തുള്ളൂ. അവർക്കെല്ലാവർക്കും മോദിജിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കും. ഐഡിയോളജിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. പക്ഷെ ഞാൻ എൻ്റെ അനുഭവം എന്താന്ന് പറയാം. നമ്മുടെ കൂടുതൽ ജനങ്ങളും അവർക്ക് മോദിയുടെ ആവശ്യമുണ്ട്. എന്നിട്ട് അദാനിയുടെ ഡെവലപ്മെന്റും വേണം. അതേമാതിരി അദാനിയുടെ ഡെവലപ്മെന്റ് മോഡലിൽ അവർക്ക് യാതൊരു കുറ്റവും കണ്ടുപിടിക്കാനില്ല. അപ്പോൾ ഈ കാര്യം സത്യമാണോ? ആദ്യമായി താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തത് അത് മുന്ദ്ര പോർട്ട്, താങ്കളുടെ പോർട്ട്. അതിനുവേണ്ടി നരേന്ദ്രമോദി താങ്കൾക്ക് സ്ക്വയർ ഫീറ്റിന് 1 രൂപയ്ക്ക് നിലം നൽകിയെന്ന് കേട്ടു. 1 രൂപയ്ക്ക് അദ്ദേഹം എനിക്ക് തന്ന നിലമുണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞ രജത്ജി, അത് ശരിക്കുള്ള ഒരു ലാൻഡ് ഒന്നും അല്ലായിരുന്നു രജത്ജി. ഈ കടലിലെ വെള്ളം അകത്തേക്ക് കയറി വരുമ്പോൾ, ഈ സീയുടെ ഹൈ ടൈറ്റ്സ് ഒക്കെ വരുമ്പോൾ അത് വെള്ളത്തിൻ്റെ അകത്തേക്ക് അങ്ങ് പോകും. ഞങ്ങൾ ഏകദേശം 10 ഫീറ്റിലേക്ക് 3-4 മീറ്റർ വരെ ഞങ്ങൾ ഏകദേശം റീക്ലമേഷൻ ചെയ്യേണ്ടി വന്നു. ആ റീക്ലമേഷൻ്റെ കോസ്റ്റ് ലാൻഡിൻ്റെ കോസ്റ്റിനെ കാട്ടി കൂടുതലാണ് വന്നത്. ഇന്നും നിങ്ങൾ മുന്ദ്ര പോർട്ടിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ, കാരണം അതൊരു യുണീക്ക് എക്സാമ്പിളാണ്. ഞങ്ങൾ ഫാമേഴ്സിൻ്റെ അടുത്തുനിന്ന് 1 ഏക്കർ ഭൂമി പോലും കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങൾ ആ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ഒരു പോർട്ട് കെട്ടിയത് കാരണമാണ് അവിടുത്തെ ലാൻഡ് വാല്യൂ ഇന്ന് റൈസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കുറ്റം പറയുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കുക, ആ ലാൻഡ് ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പ് അത് ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല.
ഇന്നത്തെ ലാൻഡ് വാല്യൂ നോക്കിയിട്ട് ഞങ്ങളെ കുറ്റം പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് ഫെയർ. താങ്കളുടെ സുഹൃത്ത് പറയുന്നു ആ ലാൻഡ് ഡെവലപ്പ് ആകുമ്പോൾ നിങ്ങൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഒരു വണ്ടിയിൽ കയറി കഷ്ടപ്പെട്ട് ആ സ്ഥലത്തേക്ക് എത്തുമെന്ന്. രജത് ഭായ്, അതെന്താന്ന് വെച്ചാ നിങ്ങൾ നല്ലവണ്ണം കഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ പോയി നിന്നാൽ മാത്രമേ ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അതിനു വേണ്ടി വേർപ്പൊഴുക്കണം. അതിനുവേണ്ടി ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫ്സ് എല്ലാവരും ചേർന്നാണ് ജോലി ചെയ്തത്. മനസ്സിലാക്കൂ, അങ്ങനെയാണ് ഈ മുന്ദ്ര പോർട്ട് ഉണ്ടായത്. ഞാൻ അത് കാരണം ഇന്ന് സന്തുഷ്ടനാണ്. ഞങ്ങൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്തു എന്ന് വെച്ചാൽ, അതായത് 10 വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പോർട്ട് ഇതാണ്. അവിടെ ഗവൺമെന്റിന് ഒറ്റ പൈസയുടെ ചെലവ് പോലും ഞാൻ വച്ചിട്ടില്ല. റോഡ് ഞങ്ങളാ കണക്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് 100 മീറ്ററിന് പ്രൈവറ്റ് റെയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എയർപോർട്ട് കെട്ടിക്കൊടുത്തു. സർക്കാർ വെറും നിലവും ഡെവലപ്മെന്റ് റൈറ്റ്സും തന്നിട്ടുണ്ട്, വേറെ ഒന്നും തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയണം, എപ്പോഴൊക്കെ ഞങ്ങൾക്ക് പെർമിഷന്റെ ആവശ്യം വന്നോ അപ്പോൾ ഗുജറാത്തിലുണ്ടായിരുന്ന ഏത് ഗവൺമെന്റ് ആയിരുന്നോ അവർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്തു. ഇതാ നോക്കൂ, ഏത് ഗവൺമെന്റ് ആയാലും അവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് ഗുജറാത്തിൽ ഹിമന്ത് ഭായ്, കേശുഭായ്, നരേന്ദ്രഭായ്, എല്ലാവരുടെയും ഭായ് ഗൗതം ഭായ്. ഇങ്ങോട്ട് നോക്കൂ രജത് ഭായ്, ഒരു കാര്യം പറയട്ടെ. ഇത് അദാനി ഗ്രൂപ്പിന്റെ അനുഭവമല്ല, ഇത് ഗുജറാത്തിലുള്ള എല്ലാ വ്യവസായ പ്രമുഖരുടെയും എല്ലാവരുടെയും ഒരേ അനുഭവമാണ്. കാരണം ഗുജറാത്തിലുള്ള ഗവൺമെന്റ് ഈ സമയം മാത്രമല്ല, പണ്ട് മാധവൻ സാർ ഉണ്ടായിരുന്ന ആ സമയത്ത് പോലും അവര് ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിരുന്നു. അവിടെ പുതിയതായിട്ടിട്ട നിയമങ്ങളെല്ലാം പുതിയ ഇൻഡസ്ട്രിയലിസ്റ്റിനെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാനുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഗുജറാത്തിൽ ഒരു റിസോഴ്സസും ഉള്ള സ്ഥലമല്ല. എല്ലാ 4 വർഷത്തിലൊരിക്കലും വരൾച്ച വരുന്ന ഒരു ഭൂമിയാണ്. നർമ്മദയിലെ വെള്ളം അകത്ത് വരുന്നതിന് മുമ്പ് വളരെ മോശമായിരുന്നു അവിടുത്തെ നില. ഇത്രയും പ്രശ്നങ്ങളുടെ നടുക്കും അവർ ഇൻഡസ്ട്രിയലൈസേഷനിൽ വളരെ മുന്നിലായിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നോക്കിയാൽ ഗുജറാത്ത് സൂപ്പറായിരുന്നു. അതുകൊണ്ട് കാരണം എന്താന്ന് വെച്ചാ ഈ അദാനിക്ക് വേണ്ടി ആരോ സ്പെഷ്യലായിട്ട് ഫേവർ ചെയ്തു എന്ന് പറയുന്നത്. താങ്കൾ കൃഷിക്കാരുടെ 1 ഇഞ്ച് സ്ഥലം പോലും വാങ്ങിയിട്ടില്ലെന്ന് ഇപ്പോൾ പറഞ്ഞു. കുറച്ചുനാൾ മുമ്പ് അരവിന്ദ് കെജ്രിവാൾ ഗുജറാത്തിലേക്ക് പോയിരുന്നു. പല പ്രാവശ്യവും പോയിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഏത് കൃഷിക്കാരന് ഏക്കറിന് 50 ലക്ഷം രൂപ ലഭിക്കണമോ ആ സ്ഥലത്തിന് നിങ്ങൾ 1 ലക്ഷം രൂപ വെച്ചാണ് നൽകിയതെന്ന് അദ്ദേഹം പറയുന്നു. രജത് ഭായ് ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഫർഗെറ്റ് അബൌട്ട് കേജ്രിവാൾ. ഒരു ഫാർമർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഇന്ന് വരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഫാർമർ ഞങ്ങൾക്ക് എതിരായി വന്ന് ഗുജറാത്തിൽ അക്വസിഷൻ നടന്നെന്ന് കുറ്റം പറഞ്ഞിട്ടില്ല? താങ്കളെ കണ്ട് പേടിച്ചതായിരിക്കും. ഇന്ന് വരെ ഞങ്ങൾ മുന്ദ്ര പോർട്ട് കെട്ടാൻ വേണ്ടി ലാൻഡ് അക്വയർ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയ ലാൻഡെല്ലാം ഗവൺമെന്റ് സർവേ ചെയ്തുണ്ടാക്കിയ ലാൻഡുകളാണ്. അതിന്റെ മുകളിലേക്ക് കടൽ വെള്ളം അകത്തേക്ക് അങ്ങ് കയറി വരും. ആ സ്ഥലമാണ് ഞങ്ങൾ റിക്ലമേഷൻ ചെയ്ത് ഡെവലപ്മെന്റ് കൊണ്ടുവന്നത്. അന്ന് ഞങ്ങൾ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പോർട്ട് കെട്ടിയത് കാരണമാണ് ഇന്ന് അവിടുത്തെ ലാൻഡ് വാല്യൂ വളരെ ഹൈ ആയിരിക്കുന്നത്. ആകാശം തൊട്ടെന്നാ തോന്നുന്നത്. അതിന്റെ ലാഭം മുഴുവനായിട്ട് ഇന്ന് ആ ഫാമേഴ്സിന് കിട്ടുന്നുണ്ട്. ഇന്നൊരു കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് അദാനി ഗ്രൂപ്പ് കാരണം മുന്ദ്രയില് എന്താണ് ഇത്രയും ഡെവലപ്മെന്റ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ, ആ ഏരിയയിൽ ചുറ്റിയുള്ള എല്ലാ ഫാമേഴ്സിന്റെ കൂടെയും അവരുടെ കമ്മ്യൂണിറ്റീസിന്റെ കൂടെയും ചേർന്നാണ് ഞങ്ങൾ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ഗുജറാത്തിലുള്ള കൃഷിക്കാരോട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ദില്ലിയിൽ ഒരു പോരാട്ടം നടന്നിരുന്നു. അവർ പറഞ്ഞത് മോഡി ഒരു 3 കൃഷി നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു എന്ന്. അത് താങ്കളുടെ ലാഭത്തിനു വേണ്ടിയാണെന്ന്. ഇവിടെ നോക്കൂ രജത് ഭായ്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ കൃഷിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉള്ളൂ. അത് വളരെ കുറച്ചേ ഉള്ളൂ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങളൊരു വെയർഹൗസ് കെട്ടിക്കൊടുത്തു. ആ വെയർഹൗസിനകത്തുള്ള എല്ലാ വീടുകളും അദാനി ഗ്രൂപ്പ് മേടിച്ചതൊന്നുമല്ല. അതിൻ്റെ ഓണർ ഞങ്ങളാണെന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഫുഡ് കോർപ്പറേഷൻ വന്ന് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ചെറിയ റേറ്റിന് മേടിച്ച് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് വേണ്ടി അവരതിൽ നിന്നെടുത്ത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇൻഫർമേഷൻ താങ്കൾ നേരത്തെ അറിഞ്ഞിരുന്നു എന്ന്. അതായത് ഒരു ബില്ല് വരാൻ പോകുന്നു, താങ്കൾ ഉടൻ തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കുക, അങ്ങനെ തന്നെ ഒരു കോൾഡ് സ്റ്റോറേജ് റെഡിയാക്കണം. അങ്ങനെയാണ് താങ്കൾക്ക് ലാഭം കിട്ടിയതെന്ന്. ഇത് നോക്കൂ, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഫാർമറിന്റെ കയ്യിലാണ് പ്രോഡക്റ്റ് ഉള്ളത്. അതിനുള്ള ഡിമാൻഡ് മാർക്കറ്റിൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് വെളിയിൽ വരുന്നതിനിടയ്ക്ക് മാർക്കറ്റ് ഡ്രോപ്പ് ആവും.
സ്റ്റോറേജ് ചെയ്യാനും സ്ഥലം കാണത്തില്ല. പക്ഷേ ആ കൃഷി നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നെങ്കിൽ താങ്കൾക്ക് അതുകൊണ്ട് ലാഭം ലഭിച്ചിരിക്കുമോ? എനിക്ക് അറിഞ്ഞിടത്തോളം ഇതൊരു നല്ല നിയമമാണ്. അദാനി ഗ്രൂപ്പിന് ലാഭം കിട്ടുന്ന കാരണത്താലാണ് ഞാനിങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതങ്ങനെയല്ല. ഞാൻ ജെന്യുവൻ ആയിട്ട് ഒരു സിറ്റിസൺ ആയിട്ട് ഈ കാര്യം പറയാണ്. ഞാൻ ആദ്യം ഇന്ത്യയുടെ ഒരു സിറ്റിസൺ ആണ്, എന്നിട്ടാണ് എനിക്ക് അദാനി ഗ്രൂപ്പൊക്കെ വരുന്നത്. സോ എനിക്ക് അറിഞ്ഞിടത്തോളം ഇതൊരു നല്ല നിയമമാണ്. അതിലേക്ക് ആൾക്കാർ വേണ്ടാതെ പോളിറ്റിക്സ് ഒക്കെ കൊണ്ടുവന്ന് വെറുതെ ഇതിനെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം നമ്മുടെ നാടിന്ന് എങ്ങനെയാ പറയാ, നമ്മുടെ നാട്ടില് 40 to 50% വരൾച്ച ഭൂമിയാ. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൃഷിയെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നാട് വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാനാ, ഇന്ത്യക്ക് മാത്രമല്ല ലോകം മുഴുവൻ നമുക്ക് ഇന്ന് ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് വയ്ക്കണമെങ്കിൽ ഇവിടെയുള്ള മേജർ പ്രോബ്ലം ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസിയാണ്. റെയിൽവേ വഴി സാധനങ്ങൾ വന്ന് ചേരുന്നില്ല, കോൾഡ് സ്റ്റോറേജുകളില്ല, വെയർ ഹൗസുകളില്ല. അപ്പോൾ ഒരു സൈഡ് നോക്കുമ്പോൾ അവർ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് നല്ല സാധനങ്ങൾ കിട്ടുന്നില്ല, എന്നിട്ട് ഫാർമേഴ്സിന് കിട്ടാനുള്ള പൈസയും കിട്ടുന്നില്ല. അത് കാരണം നല്ല നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അദാനി ഗ്രൂപ്പ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം. ഇന്ന് ഞങ്ങൾ പോർട്ടുകൾ കെട്ടാൻ തുടങ്ങി, എയർപോർട്ടുകൾ കെട്ടിക്കൊണ്ടിരിക്കുക, റോഡുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു, പവർ ഹൗസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അദാലിയുടെ ഫാമിലിക്കോ അദാലിയുടെ കമ്പനിക്കോ വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളൊന്നുമല്ല. ഇത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് ആ ജനങ്ങൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം 15 വർഷത്തിന് മുമ്പ് നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. നിങ്ങളുടെ നോയിഡയിലും ഇടയ്ക്കിടയ്ക്ക് കറണ്ട് കട്ടൊക്കെ അല്ലേ? പക്ഷേ ഇന്ന് നോക്കിയേ, നിങ്ങൾക്ക് എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. ഇന്ന് എയർപോർട്ടിൽ കുറേ സൗകര്യങ്ങളുണ്ട്, നല്ല നല്ല റോഡുകളുണ്ട്. അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറാണ് ഒരു നാട്ടിനെ മുന്നോട്ട് നയിക്കുന്നത്. അതേപോലെ ഇങ്ങോട്ടേക്ക് നോക്കൂ, കുറേ യങ്സ്റ്റേഴ്സ് ഇരിപ്പുണ്ട്. അവരും കുറേ സ്വപ്നങ്ങളോട് ജീവിക്കുകയാണ്. ഇവിടെ കുറേ ജോലി സാധ്യതകൾ കൂടുന്നുണ്ട്. ഇതെല്ലാം നാട്ടിനെ മുന്നോട്ട് നയിക്കാനുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും വളരണം എന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരു വഴിയുമില്ല. താങ്കൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, എയർപോർട്ടുകൾ, പോർട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളും. മോഡിജി താങ്കൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തോ? നിങ്ങൾക്ക് മോദിജിയുടെ അടുത്ത് പോയി യാതൊരു പേഴ്സണൽ ഹെൽപ്പും ചോദിക്കാൻ പറ്റില്ല. നമ്മുടെ നാടിനെ കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. നാട്ടിനെ മുന്നോട്ട് നയിക്കാൻ, നാടിനെ നന്നായിട്ട് മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഗ്രൗണ്ട് ലെവലിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം. നിങ്ങളൊരു നല്ല വഴി ഉണ്ടാക്കി കൊടുക്കൂ. അത് ഉപയോഗപ്പെടുന്നത് അദാനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുവഴി നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെയും വളർത്താൻ കഴിയും. എൻ്റെ ലൈഫിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ കിട്ടിയ ബ്രേക്ക് ഉണ്ടല്ലോ, അതാദ്യം രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് തന്നതാ. അതിലാണ് ഗ്ലോബൽ ട്രേഡ് ആൻഡ് ഹൗസ് തുടങ്ങിയത്. രണ്ടാമത്തെ ബ്രേക്ക് ഞങ്ങൾക്ക് കിട്ടിയ സമയം അപ്പോൾ നരസിംഹറാവുവിൻ്റെ ഗവൺമെന്റ് ആയിരുന്നു. അദ്ദേഹം പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വഴി ഡെവലപ്മെന്റ് കൊണ്ടുവന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ അദ്ദേഹം പുതിയൊരു വഴിയാണ് ഉണ്ടാക്കി തന്നത്. മൂന്നാമത്തത് കേശുഭായിൻ്റെ ഗവൺമെന്റ് ആണ്. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. മോദിജിയും അപ്പോഴൊക്കെ ആ സമയം, മോദിജിയെ പറ്റി പറയണമെങ്കിൽ 12 വർഷം അദ്ദേഹം CM ആയിരുന്നു. ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, എനിക്കൊരു നല്ല അനുഭവം നമ്മുടെ മോദി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് സംശയം എന്ന് വെച്ചാൽ, നമ്മുടെ അഡാനി മാത്രമേ പണക്കാരനാകുകയുള്ളൂ അതോ ദേശവും അഭിവൃദ്ധി പ്രാപിക്കുമെന്നും. നോക്കൂ, നാടിന്ന് വളരെ മുന്നേറി വന്നിട്ടുണ്ട്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നുണ്ട്. ആദ്യം $1 ട്രില്യൺ ആയിരുന്നു എക്കോണമി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. അതെങ്ങനെയാ പറയുക, അതായത് 75 വർഷങ്ങൾക്ക് ശേഷം 58 വർഷത്തിന് 1 ട്രില്യൺ എക്കോണമി ആയിരുന്നു. എക്കോണമി ഉണ്ടായി. അത് കഴിഞ്ഞ് അടുത്ത ട്രില്യൺ എക്കോണമി എത്താൻ വേണ്ടി 12 വർഷം എടുത്തു. അടുത്ത ട്രില്യൺ 5 വർഷത്തിൽ വന്നു. അന്ന് മുതൽ ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള യങ്സ്റ്റേഴ്സ് വളരെ ഊർജമുള്ളവരാണ്. അതുമാത്രമല്ല, നമ്മുടെ നാട് ഇന്ന് വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല പൊസിഷനിലാണ് ഉള്ളത്. ഇന്നീ $3 ട്രില്യൺ എക്കോണമി 2050 $30 ട്രില്യൺ കടത്തിവെട്ടി പോകാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ ഈ 30 ട്രില്യൺ എക്കോണമി എന്താണത് കാണിക്കുന്നത്? നിങ്ങളുടെ ഇൻകം നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. ഈ ഡെവലപ്മെൻറ്റ് കാരണമാണ് എംപ്ലോയ്മെൻറ്റും കൂടാൻ പോകുന്നത്. മനസ്സിലായോ? സോ നമ്മുടെ നാട് ഇത്രയും വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് നല്ല വേഗത്തിൽ പോകുമ്പോൾ ഗവർണൻസും നന്നായിട്ട് കൂടുന്നുണ്ട്. അത് കാരണം ആര് വിചാരിച്ചാലും ഇതിനെ നിർത്താൻ പറ്റില്ല. ഒരുപാട് പേർ താങ്കളെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരോടൊക്കെ നിങ്ങൾക്കുള്ള അഡ്വൈസേഴ്സ്? ഇത് നോക്കിക്കോളൂ, ഈ കൺട്രി നിങ്ങൾക്ക് നിറയെ ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. ഇത് നിങ്ങൾ നന്നായിട്ട് ജഡ്ജ് ചെയ്യാൻ പഠിക്കണം. അതിന് കൂടുതലായി കഠിനാധ്വാനം ചെയ്യണം. അതായത് ഷോർട്ട് കട്ടിൽ സക്സസ്ഫുൾ ആകാൻ കഴിയുമെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മാറ്റിക്കളയണം. എല്ലാവരെ കൊണ്ടും സക്സസ്ഫുൾ ആകാൻ കഴിയും. ചിലർ പെട്ടെന്നാവും, ചിലർക്കാണെങ്കിൽ അതിനു വേണ്ടി കുറച്ച് സമയമെടുക്കാറുമുണ്ട്. അതേപോലെ നിങ്ങളുടെ ഗോൾ എന്താണോ അതിനു വേണ്ടി പ്രയത്നിക്കണം. എന്നാലേ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയൂ. ഇതിൽ ഒരു ഡൗട്ടും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ ആ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരെങ്കിലും പോലെയൊക്കെ ആവാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. അങ്ങനെയൊന്നും അത് വർക്കൗട്ട് ആവത്തില്ല. നിങ്ങളുടെ മനസ്സിൽ എന്തിനാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ കാര്യം കൂടുതൽ പ്രയത്നിക്കുക. താങ്കളുടെ സുഹൃത്തുക്കളില്ലേ, അവര് താങ്കളെ ഗൗതം കൊടുങ്കാറ്റെന്ന് വിളിക്കാറുണ്ട്. അവരവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും പേരൊക്കെ വെച്ചിട്ട് പോവും. പക്ഷേ ഞാൻ അതിനെ അത്ര കാര്യമാക്കത്തില്ല. താങ്കൾ കൊടുങ്കാറ്റിനെ പോലെയല്ല, താങ്കൾ തന്നെ ഒരു കൊടുങ്കാറ്റാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ആപ്കി അദാലത്തിൽ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഈ വിചാരണ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇദ്ദേഹം ധാരാളം പണം സമ്പാദിച്ചു കഴിഞ്ഞു. ഇന്ന് ബിസിനസിന്റെ ഗുരുവായി മാറിയിരിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യശരങ്ങൾ എഴുതുകൊണ്ടിരിക്കുന്നു. കുറ്റങ്ങൾ ചുമത്തപ്പെടുന്നു. പ്രസിദ്ധനായ ഒരു വ്യവസായി ഗൗതം അഡാനിമേൽ. വരൂ, വിചാരണ തുടരാം. ആപ്കി അദാലത്ത് പരിശോധിക്കുന്നു. വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന ബിസിനസ് തലവൻ ഗൗതം അദാനിക്ക് നേരെയുള്ള ആരോപണം, അതായത് ഇദ്ദേഹം തന്നെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. ഗൗതം ഭായ്, ജനങ്ങൾ എന്താണ് പറയുന്നത് വെച്ചാൽ, ഇത്രയും പണം സമ്പാദിച്ചു കഴിഞ്ഞു, നല്ല വെൽത്ത് സമ്പാദിച്ചു കഴിഞ്ഞു, കുറച്ച് പാവങ്ങളെയും കൂടി പരിഗണിക്കാമെന്ന്. ഇവിടെ നോക്കൂ രജത് ഭായ്, ഞാനാണെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അത് കാരണം എൻ്റെ ഓരോരോ പ്രോസസ്സിനകത്തും ഒരു സാധാരണ മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം തരാം. എൻ്റെ 60ാമത്തെ പിറന്നാളിന് കഴിഞ്ഞ ജൂൺ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒന്നടങ്കം ചേർന്നിരിക്കുന്ന സമയം ഫാമിലി മെമ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് എന്ത് ഗിഫ്റ്റാണ് തരേണ്ടതെന്ന് എൻ്റെ പിറന്നാളിന് വേണ്ടി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ആർക്കെങ്കിലും ഗിഫ്റ്റ് തരണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പൈസയില്ലേ, അതിൽ നിന്ന് 60,000 കോടി എടുത്ത് നമ്മുടെ ഫൗണ്ടേഷനിലേക്ക് കൊടുത്തേക്കുന്നു. ഇതിലെൻ്റെ സന്തോഷം എന്താന്ന് വെച്ചാൽ, ഇതെൻ്റെ പേഴ്സണൽ കാര്യമല്ല, പക്ഷേ എൻ്റെ മുഴുവൻ ഫാമിലിയുടെയും കാര്യമാണ്. അതുകൊണ്ട് അവർ കേട്ട ഉടനെ തന്നെ ഇതൊരു നല്ല ഐഡിയ ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ അവരും ചെയ്തു. അതായത് 60,000 crore, അത് കുറച്ച് കൂടുതലല്ലേ? നിങ്ങളുടെ മനസ്സ് എന്താണോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതിൽ വിശ്വസിക്കുക, എന്നിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക. അതുകൊണ്ട് ഞാൻ 60,000 crores ആ സമയത്ത് ഞാൻ ആലോചിച്ചത്, ആ 60,000 crores നമ്മുടെ ഫൗണ്ടേഷനകത്ത് കിടക്കുകയാണ്, അതിനെ എന്ത് ചെയ്യാന്നാണ് ഞാൻ ആലോചിച്ചത്, എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്ന്. അതിനെ ഞാൻ 3 സെക്ടറായിട്ട് പിരിച്ചു: ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. എന്നിട്ട് ആ 3 സെക്ടറിലും എക്സ്പേർട്സിൻ്റെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് 2-3 മാസത്തിനകത്ത് തന്നെ ഞങ്ങളൊരു വലിയ അനൗൺസ്മെൻറ്റ് ചെയ്തു. ഇപ്പം ഞങ്ങളതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ, സൊസൈറ്റിയിലുള്ള പാവപ്പെട്ട ആൾക്കാർക്കും സാധാരണക്കാർക്കും എങ്ങനെ ഇത് കൊണ്ടുപോയി ചേർക്കാമെന്നായിരുന്നു. എൻ്റെ ആശയം അതായിരുന്നു. അതവൻ ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ എങ്ങനെയെങ്കിലും മുന്നിലേക്ക് വരണമെന്ന്. അതൊക്കെ സത്യം തന്നെയാണ്. അതായത് ചാരിറ്റിയെ പറ്റി സംസാരിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്.
ഇത് താങ്കളെക്കാൾ അധികമായിട്ട് താങ്കളുടെ വൈഫാണ് നടത്തുന്നതെന്ന് കേട്ടു. പ്രീതി എൻ്റെ ലൈഫിലൊരു പില്ലർ പോലെയാണ്. അവര് ഫാമിലി, 2 പിള്ളേര്, എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ, അവരെയും നോക്കുന്നുണ്ട്. കൂടെ തന്നെ ഈ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ആൻഡ് ഷീസ് എ ഡോക്ടർ. പുള്ളിക്കാരത്തി ഒരു ഡോക്ടറായിട്ട് പോലും തൻ്റെ സ്വന്തം പ്രൊഫഷൻ വിട്ടിട്ട് മുഴുവനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഫാമിലിക്ക് മുഴുവൻ സപ്പോർട്ട് കൊടുത്ത് കുട്ടികളെയും അവൾ നന്നായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. പിന്നെ പിള്ളേർ കുറച്ചൊന്ന് വളർന്നതിന് ശേഷം ഫുൾ ടൈം പുള്ളിക്കാരത്തി ഫൗണ്ടേഷൻ വർക്കിലേക്ക് ഇറങ്ങി. ഇന്ന് മനസ്സിനകത്ത് എനിക്കൊരു നല്ല സന്തോഷമുണ്ട്. പ്രീതി ഈ ഫൗണ്ടേഷന് വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ 7-8 മണിക്കൂറൊക്കെ ഫൗണ്ടേഷന് വേണ്ടി ജോലി ചെയ്യുന്നുമുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷനകത്ത് കുറേ കാര്യങ്ങൾ പ്രൊഫഷണലിസമായിട്ടാണ് വച്ചിരിക്കുന്നത്. കുറേ ആൾക്കാർ പ്രീതിയുടെ താഴെ വർക്ക് ചെയ്ത് ഇപ്പോൾ അവരൊക്കെ നല്ല ഡെവലപ്പായിട്ടുണ്ട്. ഞാൻ ആ ഫൗണ്ടേഷനൊക്കെ കണ്ടിട്ടുണ്ട് ഗൗതം സർ. വളരെ അത്ഭുതകരമായി അവർ പ്രവർത്തിക്കുന്നുമുണ്ട്. അതെല്ലാം കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. താങ്കൾക്ക് അറേഞ്ച് മാരേജ് ആണ് നടന്നതെന്നും കല്യാണം തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ താങ്കൾ അവരെ പോയി കണ്ടുവെന്നും അപ്പോൾ താങ്കൾ ഒന്നും സംസാരിക്കാതെ നിന്നെന്നും കേട്ടു. അങ്ങനെയൊക്കെ നോക്കിയ രജത് ഭായ്, ഞാൻ അത്ര സംസാരിക്കുന്ന ആളൊന്നുമല്ല. എന്നിട്ട് ഞാനൊരു പഠിക്കാത്ത ആളും അവളൊരു ഡോക്ടറുമാണ്. സോ നാച്ചുറലി കുറേ മിസ്മാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ചോദ്യം. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കി. നിങ്ങൾ വളരെ ബിസിയായിരിക്കും, ടൈറ്റ് ഷെഡ്യൂളിൽ ജീവിക്കുകയായിരിക്കും. അപ്പോൾ ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാനും റിലാക്സ് ചെയ്യാനും നിങ്ങൾ എങ്ങനെയാണ് സമയം കണ്ടെത്താറ്? ഇതൊരു നല്ല ചോദ്യമാണ്. പക്ഷേ ഞാൻ എങ്ങനെയാ മറുപടി പറയാ? ഞാൻ ആഴ്ചയിൽ 3 ദിവസം അഹമ്മദാബാദ് വിട്ട് വെളിയിലായിരിക്കും. പക്ഷേ 4 ദിവസം ഞാൻ ഇവിടെ ഉള്ള സമയം, അന്ന് ഞാൻ ഓഫീസിലേക്ക് കുറച്ച് ലേറ്റായിട്ടായിരിക്കും പോകുന്നത്, 10-11 മണിക്കൊക്കെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ 11-12 മണിയൊക്കെ ആവും. ഞാൻ കാലത്തെ 6:30 മണിക്കൊക്കെ എണീറ്റ് 1 മണിക്കൂറത്തേക്ക് എക്സസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2-2.5 മണിക്കൂർ എൻ്റെ വീട്ടിൽ ഗ്രാൻഡ് ഡോട്ടേഴ്സൊക്കെ ഉണ്ട്. എന്നിട്ട് എൻ്റെ വൈഫ്, എൻ്റെ പിള്ളേരുടെ കൂടെയൊക്കെ ഡൈനിങ് ടേബിളിലിരുന്ന് കുറേ സംസാരിക്കും. ഞാൻ ചായ കുടിക്കും, ന്യൂസ് പേപ്പർ വായിക്കും. അതായത് ഒരു ദിവസത്തിൽ 2-2.5 മണിക്കൂർ അവരുടെ കൂടെ ഉണ്ടാവും. എന്നിട്ട് എനിക്കൊരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഓഫീസിലാണെങ്കിൽ പോലും ലഞ്ച് ടൈമിൽ എൻ്റെ മുഴുവൻ കുടുംബവും ഡൈനിങ് ടേബിളിൽ കാണും. എല്ലാവരും ഒന്നിച്ചായിരുന്നു കഴിക്കുന്നത്. നന്നായിട്ട് സംസാരിക്കും, ഭക്ഷണം കഴിക്കും. ആൻഡ് ദാറ്റ്സ് ഹൗ ഐ എം ഫിസിക്കലി സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫാമിലി. താങ്കൾ നന്നായിട്ട് ചീട്ട് കളിക്കുമെന്ന് കേട്ടു. ഇതൊരു സീക്രട്ടായിരുന്നു. അത് ഞാൻ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ പ്രീതിയുടെ കൂടെ ഞാൻ റമ്മി, പപ്ലു, പിന്നെ കുറേ അധികം ഗെയിംസൊക്കെ കളിക്കും ഞാൻ. എന്നിട്ട് ഞാൻ എന്താ പറയുക, കൂടുതൽ സമയം അവളായിരിക്കും ജയിക്കുന്നത്. സാർ, ഒരുപാട് പേർക്ക് നിങ്ങൾ റോൾ മോഡൽ ആയിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ റോൾ മോഡൽ ആരെന്നൊന്ന് പറയാമോ? ധീരുഭായ് അംബാനി. ഇന്ന് ഞാൻ അദ്ദേഹത്തിനെ നോക്കുന്ന വിധം അദ്ദേഹത്തിന് എൻ്റെ റോൾ മോഡലായിട്ടാണ്. അതിന് ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഏത് ലെവലിലാണോ റിലയൻസ് കമ്പനിയെ, അന്നത്തെ കാലത്ത് എക്കോണമിയും ഇത്ര ഓപ്പണൊന്നും ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അത് ഓപ്പൺ ആയത്. നേര് പറഞ്ഞ അദ്ദേഹമാണ് ഈ നാട്ടിനൊരു പുതിയ വഴി ഉണ്ടാക്കി കൊടുത്തത്. അതായത് എങ്ങനെയാ വലുതായി ചിന്തിക്കുക, അതെങ്ങനെ നടത്തിയെടുക്കണമെന്നും. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കുറേ പഠിക്കാൻ കിട്ടി. അതാണ് നേര്. അത് കഴിഞ്ഞ് മുകേഷ് ഭായ് വന്ന് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. അത് വേറെ കാര്യമാണ്. പക്ഷേ ഫസ്റ്റ് ജനറേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാളുടെ കയ്യിൽ പൈസയേ ഇല്ല, പക്ഷേ അയാളുടെ കയ്യിൽ കുറേ വലിയ സ്വപ്നങ്ങൾ കാണും. അവരെപ്പോഴും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും. എസ്പെഷ്യലി ഞാനൊരു ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ ആയ കാരണം. സോ നാച്ചുറലി ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം നല്ല പണിയെടുത്തിട്ടുണ്ട്. മുകേഷ് അംബാനിയോടൊപ്പം താങ്കൾക്ക് ഒരു നല്ല സൗഹൃദമുണ്ടോ അതോ മത്സരമാണോ? ഇല്ല, മുകേഷ് ഭായ് എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. അതുമാത്രമല്ലാതെ അദ്ദേഹത്തിനെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പാണ്. അദ്ദേഹത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹമാണ് റിലയൻസിനെ മികച്ച വഴിയിലേക്ക് കൊണ്ടുപോയത്. ജിയോയ്ക്കകത്ത്, ടെക്നോളജിക്കകത്ത്, റീറ്റെയിലിനകത്ത്, ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ കൺവെൻഷണൽ ബിസിനസ്സുകളുണ്ട്, പെട്രോ കെമിക്കൽസ് ആൻഡ് റിഫൈനറീസ്. ഇതിലൊക്കെ അദ്ദേഹം നല്ല കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്.
ഈ നാട് മുന്നേറാൻ വേണ്ടി അദ്ദേഹവും നിറയെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നിലാക്കിയതിൽ താങ്കൾക്ക് സന്തോഷമില്ലേ? നോക്കൂ രജത് ഭായ്, ഞാൻ ഈ കണക്കിന്റെ മായാജാലത്തില് ഒരിക്കലും ഞാൻ താങ്കളെ പലപ്പോഴും വീഴത്തില്ല. കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും താങ്കൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ വലിയ വലിയ ആൾക്കാർ താങ്കളെ വന്ന് കാണാറുണ്ട്. ഉദാഹരണത്തിന് ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ താങ്കളുടെ ഓഫീസിൽ വന്നിരുന്നു. സിംഗപ്പൂരിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും വന്നിരുന്നു. അവരെയൊക്കെ താങ്കൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഞാൻ അവരെങ്ങനെയാ നോക്കുന്നതെന്ന് വെച്ചാ, അവര് അദാനി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വന്നത് വലിയ കാര്യമൊന്നുമല്ല. അവർ നമ്മുടെ നാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ലാതെ ഇന്ത്യ അവർ ഏത് കണ്ണിലൂടെയാണ് കാണുന്നത്, ആ മാറ്റമാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് നാടുകളിലുള്ള PMO ഡിഗ്നിറ്ററീസോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാവരും ഇന്ത്യയെ വേറെ ഒരു കണ്ണിലൂടെയാണ് കാണുന്നത്. ഈ കാര്യമാണ് എനിക്ക് സന്തോഷം തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നൗ ദേ ആർ ബേസിക്കലി ലുക്കിംഗ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റ് വെരി സീരിയസ്ലി. അവരുടെ സ്ഥലത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടി താങ്കളെ വിളിക്കുകയാണ്. അതായത് അവരാണ് ആ രാജ്യത്തിന്റെ ഹെഡ്. അവർ ഇന്ത്യയെപ്പറ്റി എന്താണ് കരുതുന്നത്, മോഡിയെക്കുറിച്ച് എന്താണ് കരുതുന്നത്? നോക്കിയേ, ഞാൻ കണ്ടത് വെച്ച് നരേന്ദർ ഭായിയുടെ അടുത്ത് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്താന്ന് വെച്ചാ, ഇന്ത്യൻ പ്ലാറ്റ്ഫോമിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അത് ഞാൻ എങ്ങനെയാ പറയുക, ഇന്ത്യൻ പ്ലാറ്റ്ഫോം അല്ലേ, അത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായി. കുറേ വർഷങ്ങളായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. മറ്റ് പ്രധാനമന്ത്രികളെ പോലെ അല്ലാതെ പുള്ളിക്കാരൻ അതിനെ എങ്ങനെ സ്ട്രോങ് ആക്കാൻ പറ്റുമെന്നുള്ളതിലായിരുന്നു ചിന്ത മുഴുവൻ. അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒറ്റ പൈസ പോലും തൊടാതെ ഇന്ന് അമേരിക്കയ്ക്ക് പോയാലും വേറെ ഏത് കൺട്രിയിലേക്ക് പോയാലും ആയിരക്കണക്കിനുള്ള ജനങ്ങൾ അദ്ദേഹത്തിനെ കാണാൻ വരുന്നത്. ലക്ഷക്കണക്കില ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ കാണാൻ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വാല്യൂവും റെസ്പെക്റ്റും അത് വേറെ ഒരു ദിശയിൽ, വേറെ ഒരു ആംഗിളിലാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. ഇന്ന് അതിൻ്റേതായിട്ടുള്ള ലാഭം ഓരോ സിറ്റിസനും, അവിടെയുള്ള സിറ്റിസൺ ഇന്ത്യൻ ഓറിജിനിലായിരിക്കും, ആ ലാഭം അവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻസിനെ ഇപ്പോൾ അവർ ഭയങ്കര മതിപ്പോടെയാണ് നോക്കുന്നത്. ഈ കാര്യത്തിൽ PM ഒരു പങ്കുണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ. മാഡമാണ് നമ്മുടെ ജഡ്ജ്, SRCCയിലെ പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിക്കുന്നു. മാഡം, ഇദ്ദേഹം ആവശ്യത്തിൽ കൂടുതൽ പണം സമ്പാദിച്ചു കഴിഞ്ഞു, ബിസിനസിന്റെ ഒരു ഗുരുവായി നിലനിൽക്കുന്നു. പക്ഷേ ഇദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ? 100%. എന്ന് നിങ്ങൾ കോമൺ എൻട്രൻസ് എക്സാമിൽ 100% മാർക്ക് വാങ്ങുന്നോ അന്ന് തീർച്ചയായിട്ടും SRCCയിൽ അഡ്മിഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ആൻഡ് ഓൺ യുവർ വെരി സീരിയസ് നോട്ട്, നിങ്ങൾക്ക് ആരാണ് സാർ പാഠം എടുക്കുന്നത്? നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. ഗൗതം സാർ, താങ്കൾ എല്ലാ ചോദ്യത്തിനും വ്യക്തമായിട്ട് ഉത്തരം നൽകി കഴിഞ്ഞു. ഇതിനുശേഷം ഗൗതം സാർ ആരോടും സംസാരിക്കില്ലെന്ന് ആരും പറയില്ല. ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതും പ്രധാനമായി കുറ്റം ചുമത്തപ്പെട്ട ആളാണെങ്കിലും ഞാൻ പ്രശംസിക്കും. പക്ഷേ സത്യത്തിൽ താങ്കൾ ഒരു വിശാല ഹൃദയനാണ്. താങ്കൾ വളരെ മനോഹരമായി ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ചോദ്യങ്ങൾ തുടരും. ഇന്നത്തെ ജഡ്ജ് SRCCയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ സിമ്രത് കൗറിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കേസ്. പ്രസിദ്ധ വ്യവസായി, വേൾഡ് നമ്പർ 3 റിച്ചസ്റ്റ് ഗൗതം അഡാനിയുടെ മേൽ ഞങ്ങൾ പല ചോദ്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഗ്രോത്ത്, അങ്ങനെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തലുകളെ പറ്റിയും ചോദിച്ചു. നരേന്ദ്രമോദിയോടൊപ്പമുള്ള സൗഹൃദത്തെ പറ്റിയും ചോദിച്ചു. വേറെ വേറെ സർക്കാരിനോടൊപ്പം അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെ ഇത്രയും സ്വത്ത് സമ്പാദിക്കാൻ പറ്റി, ഗുരുവിന്റെ മന്ത്രവും കേട്ടു. ഒപ്പം രാജ്യ പുരോഗതിക്ക് ആവശ്യമുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായവും കേട്ടു. ഇപ്പോൾ നിങ്ങളുടെ കോടതിയിൽ ഇന്നത്തെ ജഡ്ജ് SRCCയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ സിമ്രത് കൗർ വിധി പറയുന്നതായിരിക്കും. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോടൊരു വിഷയം പറയട്ടെ. രജത് സാർ നിങ്ങളുടെ കോടതിയിൽ നിങ്ങളെപ്പറ്റി വലിയൊരു കുറ്റം ചുമത്തിയിരിക്കുന്നു. പക്ഷേ നിങ്ങളൊന്നും തർക്കിക്കാതെ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ന്യായമായിട്ട് നിങ്ങൾ മറുപടി കൊടുത്തു. നിങ്ങളൊന്നും പറയത്തില്ല എന്ന് അവർ പറഞ്ഞു. ഇന്ന് ഒരുപാട് സംസാരിക്കുന്ന ഒരാളെ കിട്ടിയപ്പോൾ നിങ്ങൾ ഒരുപാട് സംസാരിച്ചു.
രണ്ടാമത് വെൽത്തിന്റെ ഫോർമുലയെ നിങ്ങൾ മറച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മേലെ കുറ്റം ചുമത്തി. പക്ഷേ അരമണിക്കൂർ കൊണ്ട് എല്ലാ ഫോർമുലയും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, സപ്പോർട്ട് ഓഫ് ദ ഫാമിലി ആൻഡ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ആൾമൈറ്റി. അവസാനമായിട്ട് സർ, നിങ്ങളുടെ 60ാമത്തെ വയസ്സിൽ 60,000 കോടി ദാനധർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ഫസ്റ്റ് ബർത്ത്ഡേ ഭയങ്കര ആർഭാടമായിട്ട് ഞങ്ങൾ നടത്തും. അതുപോലെ തന്നെ 2ാമത്തെ വർഷവും നിങ്ങളോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക, ഈ 60ാമത്തെ വയസ്സ് 1 മാസവും ആഘോഷിക്കണം. നിങ്ങളുടെ 60ാമത്തെ വയസ്സ് 2 മാസം ആഘോഷിച്ച് 1000 വർഷം നിങ്ങൾ ജീവിച്ചിരിക്കണം. ഇതുപോലെ സോഷ്യൽ വർക്ക് ചെയ്ത് ഈ നാടിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. നിങ്ങൾ എഡ്യൂക്കേഷനിൽ, ഹെൽത്തിൽ, സ്കിൽ ഡെവലപ്മെന്റിൽ നിങ്ങൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ നിങ്ങൾ വളർത്തിയെടുക്കണം. മറ്റുള്ള മേഖലയിലെല്ലാം നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നോ അതുപോലെ തന്നെ ഇതിനെ വളർത്തിയെടുക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു മനുഷ്യന് ഇതിലും വലുതായി വേറെ എന്താണ് വേണ്ടത്? തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇപ്പൊ നമ്മുടെ പ്രിൻസിപ്പാൾ പറഞ്ഞതുപോലെ ഇന്ന് എല്ലാവരും താങ്കളെപ്പറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഗൗതം അഡാനി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വെറുതെ ചുറ്റിവളച്ച് ഉത്തരം പറഞ്ഞില്ല. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം സത്യസന്ധമായി ഉത്തരം നൽകി. ആപ്കെ അദാലത്തിൽ കുറ്റാരോപണങ്ങളും വിചാരണകളും തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം, ഒരു പുതിയ വ്യക്തിയോടൊപ്പം ഒരു പുതിയ എപ്പിസോഡിൽ. അതുവരെ നമസ്കാരം.